എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കപ്പ കമ്പ് മുറിക്കലും കപ്പ കമ്പ് നടലും കപ്പ കൃഷി എടുക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി അമ്മ ബാക്കി നിൽക്കുന്ന 2 കമ്പിൽ നിന്ന് ഒരു കമ്പ് കമ്പ് മുറിക്കുകയാണ്. 2 കമ്പിൽ എന്നെ വിട്ട് പോകല്ലേ എന്നും പറഞ്ഞ് മേളിൽ നിന്ന് അടിപിടി കൂടുന്നുണ്ട്. പക്ഷേ അമ്മ അതിനെ അറഞ്ചം പുറഞ്ഞം വലിച്ചെടുത്ത് വെട്ടി മുറിക്കുന്നുണ്ട്. അങ്ങനെ കമ്പ് മുറിക്കാനാണ്. ഒരു വെട്ട് വെട്ടി മുറിഞ്ഞില്ല, രണ്ടാമത്തെ വെട്ട് വെട്ടി മുറിഞ്ഞില്ല, അങ്ങനെ 5-6 വെട്ട് വെട്ടിയിട്ടാണ് ആ കമ്പ് ആ കമ്പിൽ നിന്ന് അടർന്നു മാറിയിരിക്കുന്നത് സുഹൃത്തുക്കളെ. അങ്ങനെ നമുക്ക് കമ്പ് എന്താ പറയുക, മുറിച്ച് വെക്കാൻ പാകത്തിൻ്റെ എടുത്തിട്ട് ബാക്കി ഭാഗം, അതായത് തുമ്പത്തുള്ളത് അത് കറക്കിയെടുത്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷമുള്ള കമ്പിലെ ഇലകൾ അമ്മ ഇളക്കി കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കമ്പിലെ ഇലകളെല്ലാം ഇളക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ കമ്പ് മുറിച്ച് വെക്കാനായിട്ട് പോകുന്നത്. നല്ല നീളമുള്ള കമ്പാണ് കേട്ടോ. നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നല്ല നീളത്തിലുള്ളത് കമ്പാണ്. ഇത് അവിടെയും കുറേ കമ്പ്, ഒരു 5-6 കമ്പ് നേരത്തെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം കൂടി മുറിച്ചതാണ്. അങ്ങനെ അതിനെ വെട്ടുകത്തി വെച്ചുകൊണ്ട് നമുക്ക് കുത്തി വയ്ക്കാൻ പാകത്തിനുള്ള നീളത്തിൽ ഒരെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തുമ്പത്ത് പിച്ചാത്തി കൊണ്ട് എന്താ പറയുക, ചീകി മിനുക്കി കൂർപ്പിച്ച് വെക്കത്തില്ലേ, കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ആ പരുവത്തിനായിട്ട് ആക്കിയെടുക്കുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ അത് പിടിക്കത്തില്ല, അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചീകി മുനുക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ കമ്പ് നടാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് വൃത്തിയാക്കാനുണ്ട്. അമ്മ അവിടുത്തെ പുല്ലെല്ലാം കൈകൊണ്ട് പറിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കമ്പ് നടുമ്പോൾ അവിടെ ആ ഏരിയ ഫുള്ള് കപ്പ നട്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി കപ്പ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കപ്പ എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വലിയ സൈസൊന്നുമല്ല, കുട്ടി സൈസാണ്. പക്ഷേ എന്താ പറയുക, നല്ല രുചിയും പെട്ടെന്ന് വേവുന്ന സൈസും ഒക്കെയാണെന്നേ. അങ്ങനെ അമ്മ മമ്മട്ടി കൊണ്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. ഇപ്പം മമ്മട്ടി കൊണ്ട് വെട്ടുന്നത് കൊണ്ട് തന്നെ ഓരോ സ്ഥലവും നമുക്കത് ഇതുപോലെ കപ്പ കാണാൻ സാധിക്കും. അങ്ങനെ മുറിച്ച് അമ്മ അപ്പം തന്നെ കൈകൊണ്ട് വലിച്ച് പറിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞ് കപ്പയാണ്, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുഞ്ഞ് കപ്പയാണ് കിട്ടുന്നത്. എന്നാലും എന്താ പറയുക, നല്ല രുചിയുള്ള കപ്പയാണ്. അങ്ങനെ വീണ്ടും മമ്മട്ടി കൊണ്ട് കുത്തി വീണ്ടും കപ്പ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കപ്പ നടാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ആ പുല്ലിൽ പെട്ട് ആകെ വശപ്പശകാവും. അങ്ങനെ പുല്ലെല്ലാം മറച്ച് മാറ്റി അതിന് ശേഷം എന്താ പറയുക, വീണ്ടും മമ്മട്ടി കൊണ്ട് അമ്മ ആ കവട ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മമ്മട്ടി കൊണ്ട് ക്ലീൻ ചെയ്തത് കൊണ്ട് തന്നെ കപ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തടയാൻ പറ്റും. വീണ്ടും കപ്പ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ഇനി മമ്മട്ടി കൊണ്ട് തോണ്ടിയിട്ട് കപ്പ മുറിയണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ കൈ കൊണ്ട് അവിടെ എല്ലാം ഇളക്കി എടുക്കുന്നുണ്ട്. എന്തെങ്കിലും കപ്പ കഷ്ണങ്ങൾ അടിയിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു കപ്പ കഷ്ണങ്ങൾ കിട്ടുന്നുമുണ്ട് അതിനനുസരിച്ച്. അങ്ങനത്തെ ആ സൈഡിൽ നിന്ന് ഇപ്പം അപ്പുറത്തെ സൈഡിൽ നിന്ന് അമ്മ വീണ്ടും നോക്കുന്നുണ്ടോ, വീണ്ടും നോക്കുമ്പോൾ അവിടെയും കിട്ടും ഒരു വലിയ സൈസ് കപ്പ. കിട്ടിയതിൽ ഏറ്റവും വലിയ സൈസ് കപ്പ അതാണേ. ഇതേ കണ്ടോ, അങ്ങനെ അതാണ് ഏറ്റവും വലിയ സൈസ് കപ്പ എന്ന് പറയുന്നത് കിട്ടിയതിൽ. പക്ഷേ ബാക്കിയെല്ലാം കുട്ടി സൈസായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് അമ്മ കപ്പ എടുക്കുന്നുണ്ട്. ദേ നോക്കിക്കേ, ഇപ്പം തന്നെ നമ്മൾ ആ ഒരു കുഞ്ഞ് സ്ഥലം വൃത്തിയാക്കിയപ്പോൾ തന്നെ 5 കുഞ്ഞ് കപ്പ കഷ്ണങ്ങളാണ് നമുക്ക് കിട്ടിയത്. അപ്പം വീണ്ടും അങ്ങോട്ടും കൂടെ ചെയ്താൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പുള്ളിക്കാരത്ത് വീണ്ടും അവിടെ എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ വെട്ടുകൊണ്ടപ്പോൾ കപ്പയാണെന്ന് വിചാരിച്ചെങ്കിലും അത് 2 കുഞ്ഞ് ചേനക്കുഞ്ഞുങ്ങളായിരുന്നു. ചേനക്കുഞ്ഞുങ്ങൾ എന്താ പറയുക, മുളപ്പിക്കാൻ വേണ്ടി കുഴിച്ച് വെച്ചതായിരുന്നു. അതമ്മ മറന്നുപോയി. അമ്മ കപ്പയാണെന്ന് വിചാരിച്ചാൽ അത് തോണ്ടി പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആവാത്ത ചേന ആയതുകൊണ്ട് തന്നെ അത് കളയുകയും ചെയ്തു, കാരണം ആയിട്ടില്ല അത്. ഇനി അത് കുത്തി വെപ്പിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി അതെടുത്ത് കളയുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും കപ്പ കഷ്ണങ്ങൾ വല്ലതും അടിയിലുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയൊന്നുമില്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ കപ്പ കഷ്ണങ്ങൾ. വീണ്ടും ഒരു ചേനക്കമ്പ് കിട്ടി, പിന്നെ അത് രണ്ടും അമ്മ മാറ്റി. അതിന് ശേഷം എന്താ പറയുക, ഒരു പിച്ചാത്തി എടുത്ത് ഒരു ആഴത്തിൽ കുഴി കുഴിച്ച് ആ 2 കപ്പ കഷ്ണങ്ങളും അമ്മ കുഴിച്ച് വയ്ക്കുന്നുണ്ട്. അത്രേ ഉള്ളായിരുന്നു. ആ ഏരിയയിൽ കപ്പയുടെ
കപ്പ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊന്നും ഇല്ല എന്ന് വിചാരിച്ച് തന്നെ ബാക്കി 2 കപ്പക്കമ്പും അവിടെ തന്നെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന കപ്പക്കമ്പ് മുറിച്ച് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കപ്പക്കമ്പ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അമ്മ ഒരു കമ്പും കൂടെ മുറിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് 2 ലെയറായിട്ടാണ് അമ്മ കപ്പക്കമ്പ് നട്ട് വെച്ചിരിക്കുന്നത്. ഒരു 10-25ഓളം കപ്പക്കമ്പ് അമ്മ നട്ടിട്ടുണ്ട് കണ്ടോ. കുട്ടി കുട്ടിയായിട്ട് നട്ട് റൗണ്ട് ചെയ്ത് ആ ഒരു റൗണ്ടിങ് ഏരിയയിലാണ് കപ്പ നടുക. എപ്പോഴും മുറിച്ച് അവിടെ തന്നെ നടും, വീണ്ടും വിളവെടുക്കും, വീണ്ടും അവിടെ തന്നെ വെക്കും. അപ്പോൾ ഇത്രയും കപ്പയാണ് നമുക്ക് വിളവെടുപ്പിന് കിട്ടിയത്. അങ്ങനെ അമ്മ അതെല്ലാം കഴുകി, നല്ല ചെളിയും മണ്ണൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല വെള്ളത്തിലിട്ട് കഴുകി മാറ്റിയതിന് ശേഷം അമ്മ അത് ഫുള്ള് തൊലി കളഞ്ഞ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താ കപ്പ എന്താ പറയുക, കപ്പ കുഴയ്ക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, ഞങ്ങളിവിടെ കപ്പ കുഴയ്ക്കാം എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ അതെല്ലാം തൊലി മാറ്റി എന്താ പറയുക, തൊലി മാറ്റി കപ്പ പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം കുഞ്ഞി കുഞ്ഞി കപ്പകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞി കപ്പ കഷ്ണങ്ങളാണ് കിട്ടിയത്. അത് ഇത്രത്തോളം കപ്പ ഉണ്ടായിരുന്നു കേട്ടോ, മൊത്തം തൊലി കളഞ്ഞ് വന്നപ്പോൾ. അങ്ങനെ തൊലിയെല്ലാം മാറ്റി കപ്പയെല്ലാം കഴുകി ഒന്നുകൂടെ എടുത്തതിന് ശേഷം നമ്മളത് കൊത്തിയരികയാണ്. നമുക്ക് കപ്പ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കുഴയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ കൊത്തിയരിയൽ മഹാമഹ ഏറ്റെടുത്തു. ആ സമയം മീൻകാരൻ വന്നു. അമ്മ മീൻ പെട്ടാനും ഒക്കെയുള്ള കാര്യങ്ങളിലെല്ലാം വ്യാപൃതയായി. അങ്ങനെ കൊത്തിയരിയൽ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കൊത്തിയരിയൽ എൻ്റെ കണ്ടിട്ട് നിങ്ങൾ ഈ കൊച്ചെന്താ ഇങ്ങനെ അറിയുന്നു, ഞാനിങ്ങനെ അറിയുള്ളൂ, എനിക്കിങ്ങനെ അറിയാനേ അറിയത്തുള്ളൂ, സോറി, നിങ്ങൾ ക്ഷമിച്ചേക്കുക. ഒത്തിരി കപ്പ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കൊത്തിയരിയൽ കുറച്ച് പാടായിരുന്നു. കാരണം അങ്ങോട്ട് കൈക്ക് പിടിക്കുന്ന അളവിൽ ഉണ്ടായില്ല. അതിനിടയ്ക്ക് അമ്മ പോയി മീനൊക്കെ വെട്ടിയേച്ചും വന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അമ്മ ഞാൻ കൊത്തിയരിയും അമ്മ മീൻ വെട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത്രത്തോളം കപ്പ ഉണ്ടായിരുന്നുള്ളൂ. കൊത്തി അരിഞ്ഞ് വന്നപ്പം ഇത്രയേ ഉണ്ടായുള്ളൂ. അപ്പം ഞാൻ വെച്ചിട്ടേക്ക് കാരണം കപ്പ കണ്ടപ്പോൾ ഇച്ചിരി ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷെ കൊത്തി അരിഞ്ഞപ്പോൾ കുറേ കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇത്തിരി നേരം കഷ്ടപ്പെടേണ്ടി വന്നു. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കപ്പ കൊത്തിയരിഞ്ഞതിന് അത്രയും എളുപ്പമായി തോന്നിയില്ല. കുഞ്ഞി കപ്പ കൊത്തിയരിഞ്ഞപ്പോഴത്തേക്കും എന്താ കൈ പിടിക്കുന്ന അളവിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കപ്പ കഷ്ണങ്ങൾ ചാടി കൂടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതിനെല്ലാം പെറുക്കി എടുത്തൊരു കൂട്ടിലാക്കി സെറ്റ് ചെയ്തെടുത്ത് അങ്ങനെ ഞാൻ അരിഞ്ഞ് കഴിഞ്ഞു. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കൊത്തി അരിഞ്ഞ് വന്നപ്പോഴത്തേക്കും. അങ്ങനെ അടുപ്പത്ത് ചരുവം വെച്ചു. ചരുവത്തിലോട്ട് കപ്പയെല്ലാം കൂടെ കഴുകിയതിട്ടു. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പും കൂടെ അതിനകത്തിട്ട് വെച്ച് അവൻ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തിളച്ച് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി, ക്ഷമിച്ചേക്കുക. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി ഇളക്കി വെച്ചു കഴിഞ്ഞാൽ ഇതാണ് തിള വരുന്ന സമയമാണ്. ആ സമയം കൊണ്ട് ഞങ്ങളവിടെ മീൻ വറക്കാനും പുരട്ടി വെച്ചു, മീൻ കൂട്ടാനും പുരട്ടി വെച്ചു. അതിനുശേഷം ഈ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയൊക്കെ തേങ്ങയും ആയിട്ട് ചതച്ചെടുത്ത് വെച്ചു. അത് നമുക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, കറിവേപ്പില. ഇത് മീൻ കറിക്കും അടുപ്പത്ത് വെച്ചു. ആ സൈഡിൽ കപ്പ ഇരിപ്പുണ്ട്. അങ്ങനെ കപ്പ ഒന്ന് ആയി വന്നപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം അവൻ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കണം മീൻ വറുക്കാനായിട്ട്. ആ സമയം കൊണ്ട് നമ്മുടെ മീൻ കൂട്ടാൻ തിളച്ച് മറിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊന്ന് വറ്റിക്കോട്ടെ. അപ്പോൾ അതേപോലെ തന്നെ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. കപ്പ നോക്കിയപ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് തന്നെ കപ്പ വെന്ത് കിട്ടി. അതുകൊണ്ട് തന്നെ അതിനെ ഗ്യാസ് ഓഫ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഞങ്ങളൊന്ന് ഊറ്റിക്കളഞ്ഞു. അപ്പോൾ മീൻ വറുത്തതിനെ എടുത്ത് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം അമ്മ അത് വെള്ളം ഊറ്റിക്കളയാനായിട്ട് പോയി. ആ സമയം നോക്കിയപ്പോൾ നമ്മുടെ മീൻ കൂട്ടാൻ സെറ്റായിട്ടുണ്ട്. ഇത് മീൻ വറക്കുന്നതും എണ്ണ നന്നായിട്ട് വറുത്ത് പിടിച്ച് വന്നിട്ടുണ്ട്. മീൻ കൂട്ടാൻ ഇതാണ് കേട്ടോ. മീൻ കൂട്ടാൻ ഗ്യാസ് ഓഫ് ചെയ്തു. എണ്ണ നമ്മുടെ കപ്പയ്ക്കകത്തോട്ട് അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇളക്കി യോജിപ്പിച്ചിട്ട് 2 മിനിറ്റ് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചും കൂടെ ഇളക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ അതൊന്ന് സെറ്റ് ആവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റത്തോളം കൈ മാറ്റാതെ അമ്മ ഇളക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ ഈ കപ്പയും മീൻചാറും മീൻ വറുത്തതും ഒക്കെ കൂട്ടി ഒരു പിടി പിടിക്കുന്നുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ കാണുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. ഞാൻ കഴിക്കട്ടെ.